എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണയിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തെടുക്കുന്നത് വെള്ളത്തിലാണ് കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല റെസിപ്പിയാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാം. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു തിളച്ച വെള്ളത്തിലിട്ടിട്ടുള്ള പൂരി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഇത് ആകെ മൊത്തം ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുപാട് ഉണ്ടാക്കിയിട്ട് അത് കളയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പൊടിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. സാധാരണ നമ്മൾ പൂരിക്ക് മാവ് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങളങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സാധാരണ നമ്മൾ പൂരിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു പൂരി മാവ് ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇനി ഒരു പാനിൽ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പൂരിയുടെ മാവ് നമുക്ക് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ സാധാരണ എണ്ണയിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് പൊങ്ങി ഫ്രൈ ആയിട്ട് കിട്ടും. അതിനേക്കാൾ കൂടുതലൊന്ന് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 വശം നന്നായിട്ട് അങ്ങോട്ട് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പൊങ്ങിയിട്ടൊന്നും വരില്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇട്ടുള്ളത്. ഇനി ഇത് പതുക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നോക്കാം. വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ഊറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ മുകളിലൊക്കെ നല്ല വെള്ളമുണ്ട്. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ പൂരി എല്ലാം കൂടി ഞാൻ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചൂടൊന്ന് ആറുന്ന സമയം കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതുപോലുള്ളൊരു പാനിൽ കുറച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. ശർക്കര ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങയാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് അവലും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിട്ടിട്ട് നമുക്കൊന്ന് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറിക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. ആ ഒരു വെള്ളത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ആ ഒരു സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ 3 ഫില്ല് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും
ഒരു പീസ് ഒന്ന് ചെറിയൊരു പീസ് ഒന്ന് കടിച്ചു നോക്കി കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഫില്ലിങ്സ് ആണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിനൊരിക്കലും പൂരിയൊന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയൊന്നുമില്ല. രാവിലെ ചായക്കൊപ്പൊന്നും നമുക്ക് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ 1-2 കഴിക്കാം, അത്രയേ ഉള്ളൂ. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും വിളിക്കാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. എണ്ണയില്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഫില്ലിങ്സ് ആണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മധുരമുള്ള ഫില്ലിങ്സ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അതിൽ പകരമായിട്ട് എരിവുള്ള, അതായത് ഉള്ളിയൊക്കെ നിറച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാം. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴേ ആ ഒരു കറക്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണെന്ന് ഞാൻ പറയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.